ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ടാണ്. വെള്ളച്ചാട്ടത്തിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരെല്ലാവരും വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടണിൽ നിർബന്ധമായും കുത്തുക. കൂടാതെ വീഡിയോ കണ്ട ശേഷം ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് വെള്ളച്ചാട്ടം കാണാൻ പോകാം. ഈ കാണുന്നതെല്ലാം കർണാടക വന നിരകളാണ്. ഇതെല്ലാം ഉരുൾപൊട്ടിയാണ്. നിങ്ങൾ എണ്ണി നോക്കിയാൽ അറിയാം. 2018 ഉരുൾപൊട്ടൽ സംഭവിച്ച ഇതാണ് ഇതെല്ലാം ഒരേ സമയത്ത്. ഇപ്പം നമ്മൾ കാണുന്നത് കോട ഇറങ്ങി വരുന്ന ഒരു സംഭവമാണ്. നല്ലൊരു കാഴ്ചയാണ് കാണുന്നത്. കാരണം മഴ പെയ്യുന്നതിന് തുടക്കം ആണ് ഇത് കാണിക്കുന്നത്. കോട എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത്. കോട എന്ന് പറയുന്നത് ഇതാണ്, മഞ്ഞാണ്. അതായത് ഇപ്പം നിലവിലെ ഈ കാലാവസ്ഥയ്ക്ക് പിന്നെ മഴ വരുന്നതിന് മുന്നോടിയായിട്ടാണ് മഞ്ഞ് കാണിക്കുന്നത്, അല്ലെങ്കിൽ കോട കാണിക്കുന്നത്. ശക്തമായ മഴയ്ക്കുള്ള സാധ്യത ഇപ്പോൾ കാണുന്നുണ്ട്. മഴക്കാലമാണ് എന്നാലും നമ്മൾ വന്നേക്കുന്ന സമയം. നല്ലൊരു കാലാവസ്ഥയാണ്, നല്ലൊരു തണുപ്പ്, നല്ലൊരു കാറ്റ്, അതൊക്കെയാണ് നമുക്കൊരു പിന്നെ ആശ്വാസം കിട്ടുന്നത്. ആ മഞ്ഞും മലകൾക്കിടയിൽ കൂടെ കാണുന്നത് ബാരാപോളിൻ്റെ ചെറിയൊരു നേർരേഖ ചിത്രമാണ്. നോക്കൂ, ഒരു ശാരീരിക സുന്ദരിയെ പോലെ ബാരാപോൾ ഇങ്ങനെ കർണാടകയും കേരളത്തിൻ്റെയും അതിരുകളെ വരമ്പ് ഇട്ടുകൊണ്ട് ഇങ്ങനെ പോകുകയാണ്. നമുക്ക് വീണ്ടും ബാരാപോളിൻ്റെ വന്യതയിലേക്ക് യാത്രയാകാം. ഇതാണ് നമ്മൾ വെള്ളച്ചാട്ടത്തിലേക്ക് പോകാനുള്ള പാലം. തൂക്കുപാലമാണ് നിലവിലുള്ളത്. പിന്നെ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കവുങ്ങിൻ്റെ തടി കൊണ്ടുണ്ടാക്കിയ പാലമാണ്. പിടിച്ച് പോവുക. ഇത് വെള്ളച്ചാട്ടം നേരത്തെയൊക്കെ നല്ല വലുതായിരുന്നു. ഇപ്പം മഴക്കാലമായതുകൊണ്ട് വെള്ളം കൂടി വരുന്നുണ്ട്. ഞാൻ കുറച്ചുകൂടെ അടുപ്പിച്ച് കാണിച്ചു തരാം. കണ്ടോ, നല്ല സൂപ്പർ വെള്ളച്ചാട്ടമാണ് ഇത് നമ്മൾ കാണുന്നത്. എല്ലാവരും ഇതിനകത്ത് വീടുകളിലേക്കുള്ള വെള്ളമൊക്കെ എടുക്കുന്ന ഇവിടെ നിന്നാണ്. നല്ല ശുദ്ധമായ വെള്ളമാണ്. നല്ല അടിപൊളി വെള്ളച്ചാട്ടമാണ്. നമുക്ക് കുളിക്കാനൊക്കെ നല്ല സൂപ്പർ സ്ഥലമാണ്. കുളിക്കാനൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ ഇത്രയും നല്ല സ്ഥലം നമുക്ക് വേറെ ഇല്ല. നമ്മൾ ശുദ്ധമായിട്ടുള്ള വെള്ളത്തിൽ കുളിക്കാൻ സാധിക്കുമെന്ന് ഉള്ളതാണ് ഏറ്റവും നല്ല കാര്യം. നല്ല അടിപൊളി വെള്ളമാണ്. നല്ല പാല് പോലെ ഇരിക്കുന്ന വെള്ളം. ഒഴുകി ബാരാപോളിലേക്ക് ചെന്ന് ചേരുന്നു. ബാരാപോളിൻ്റെ കൈവഴികളാണ് ഇവയെല്ലാം. നമുക്ക്
അപ്പുറത്തെ കരയിലേക്ക് പോകാം. അങ്ങോട്ട് മുകളിലേക്ക് പോകുന്ന വഴിയുണ്ട്. കച്ചേരിക്കടവ് മുടിക്കയം ഭാഗത്ത് ഒരുപാട് വെള്ളച്ചാട്ടമുണ്ട്. ഇങ്ങനത്തെ ഒരുപാട് വെള്ളച്ചാട്ടങ്ങളുണ്ട്. കാണാൻ അതിമനോഹരങ്ങളാണ്. നമ്മുടെ അടുത്തുള്ള പ്രദേശങ്ങളാണ് ഇവയെല്ലാം. കാണാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ പ്രത്യേകിച്ച് ഫീസോ കാര്യങ്ങളോ ഇല്ല. നമുക്ക് വന്ന് വീഡിയോ എടുക്കുകയോ ഫോട്ടോ എടുക്കുകയോ സെൽഫി എടുക്കുകയോ എന്ത് വേണമെങ്കിലും ആകാം. നല്ല അടിപൊളി വെള്ളച്ചാട്ടമാണ് നമ്മൾ കാണുന്നത്. നല്ല പനിനീര് ഒഴുകുന്ന രീതിയിലുള്ള പ്രഷറാണ് വെള്ളത്തിനുള്ളത്. നല്ല പതഞ്ഞൊഴുകുന്ന കാഴ്ച കാണാൻ സാധിക്കുന്നതാണ്. ഇത്രയും നല്ല മനോഹരമായ വെള്ളച്ചാട്ടം നിങ്ങൾക്ക് വേറെ എവിടെയും കാണാൻ സാധിക്കില്ല. അതിരപ്പള്ളിയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് പോയി ഇന്ന് ആസ്വദിക്കാൻ നമുക്ക് സാധിക്കില്ല. ഇവിടെയൊക്കെയാണ് നമുക്ക് അടുത്ത് പോയി ഇന്ന് നമുക്ക് അതിൻ്റെ വീഡിയോ എടുക്കുകയോ ഫോട്ടോ എടുക്കുകയോ സെൽഫി എടുക്കുകയോ എന്ത് വേണമെങ്കിലും ആകാം. ഇവിടെ ആരും ഫീസോ കാര്യങ്ങളോ ഒന്നും ചോദിക്കാൻ വരില്ല. ഇത്രയും മനോഹരമായ ഒരു വെള്ളച്ചാട്ടം കാണാൻ സാധിക്കുന്നത് തന്നെ രഞ്ജൂസ് മീഡിയടെക്കിൻ്റെ സവിശേഷത കൂടിയാണ്. നമുക്ക് തിരിച്ചു പോകാം. നമ്മുടെ ലോക്ക്ഡൗൺ കാലത്ത് നമ്മുടെ വിശപ്പകറ്റാൻ ദൈവം കനിഞ്ഞു തന്ന ഒരു അമൃത കനിയാണ് നമ്മൾ ചക്ക എന്ന് പറയുന്ന ജാക്ക് ഫ്രൂട്ട്. ആ ചക്കയുടെ ഗുണങ്ങൾ എത്രയോ ആണ്. നോക്കൂ, ഈ മരത്തിൽ മഴയൊക്കെ പെയ്തുകൊണ്ടാണ് ഇങ്ങനെ ആരും ഉപയോഗിക്കാണ്ട് നിൽക്കുന്നത്. നമുക്ക് വീണ്ടും നമ്മൾ തിരിച്ച് പോവുകയാണ്. പാലത്തങ്കടവിൻ്റെ അതായത് അങ്ങ് ഫോറസ്റ്റിനോടടുത്ത് നമുക്ക് ചെല്ലാൻ പറ്റിയിട്ടില്ല നിലവിൽ. എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ട് നമ്മൾ കലുങ്ക് പണി, ഒരു പാലത്തിൻ്റെ പണിയൊക്കെ നടക്കുന്നുണ്ട്, നമുക്ക് പോകാൻ പറ്റിയിട്ടില്ല. നമ്മൾ വീണ്ടും തിരിച്ച് പോവുകയാണ്. നല്ല മഴയ്ക്കുള്ള ഒരു ലക്ഷണം കാണുന്നുണ്ട്. കാർമേഘങ്ങളൊക്കെ ഇരുണ്ട് കൂടി വരുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ വെയിലും ഉണ്ട്. ആ വെയിലിന് 2 3 ദിവസം നല്ല മഴയായിരുന്നു. ആ മഴയ്ക്ക് എന്താ പറയുക, ചിത്രശലഭങ്ങളൊക്കെ പറക്കുന്നു. അങ്ങനെ ചില മനോഹരമായ കാഴ്ചകളൊക്കെ കാണുന്നു. എങ്കിൽപ്പോലും അടുത്തൊരു മഴയ്ക്കുള്ള ലക്ഷണം കാണുന്നുണ്ട്. എന്തായാലും നമ്മുടെ ഇന്നത്തെ യാത്ര വളരെ മനോഹരമായിരുന്നു. കർണാടക ഫോറസ്റ്റാണ് നമ്മൾ കാണുന്നത്. ഇത് കോട ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് വീടുകളിലേക്ക് പോകേണ്ടതുണ്ട്. എന്നിരുന്നാലും നമ്മൾ അത്യാവശ്യം വീഡിയോകളൊക്കെ എടുത്തിട്ടേ നമ്മൾ പോകുന്നുള്ളൂ. ഇത്രയും മനോഹരമായ ഒരു സ്ഥലം നമുക്ക് ഇന്നത്തെ ദിവസം നമുക്ക് മഴയൊന്നുമില്ലാതെ നല്ല ക്ലിയറായി കാണാൻ സാധിച്ചു. മഴയുള്ള ദിവസമാണെങ്കിൽ മഴയുടെ കാഴ്ചകളായിരിക്കും അടുത്ത ദിവസങ്ങൾ കാണുന്നത്. ഇന്ന് നമുക്ക് മഴയൊന്നുമില്ലാതെ നല്ല തെളിമയാർന്ന ആകാശവും ഭൂമിയും പച്ചപ്പും സീനറികളും എല്ലാം നമുക്ക് കാണാൻ സാധിച്ചു എന്നുള്ളതാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത തന്നെ. ഇത്രയും പച്ചപ്പായിട്ടുള്ള പ്രദേശം കാണുക എന്ന് പറയുന്നത് തന്നെ മനസ്സിനൊരു കുളിര് പകരുന്ന ഒരു നല്ല ദൃശ്യം തന്നെയാണ്.
നമ്മുടെ ബാരാപോൾ പദ്ധതി നമ്മൾ കണ്ടു. കൂടാതെ നമ്മൾ പോകുന്ന വഴികൾ എന്ന് പറഞ്ഞാൽ വാണിയപ്പാറ തട്ട്, ഉണ്ണി മിശിഹ പള്ളി, അതിലൂടെ കയറി ക്രഷറുകൾ താണ്ടി നമ്മൾ മുടിക്കയം എന്ന പ്രദേശത്ത് എത്തിയ ശേഷം നമ്മളവിടെ പമ്പ് ഹൗസ് കാണുകയും അവിടുത്തെ കാര്യങ്ങൾ നമ്മൾ വിശദീകരിക്കുകയും ചെയ്തതാണ്. ഇപ്പോൾ നമ്മൾ എത്തിച്ചേരുന്നത് കേരള കർണാടക അതിർത്തിയായ പാലത്തുംകടവ് എന്ന പ്രദേശത്താണ് നമ്മളുള്ളത്. എല്ലാം കൊണ്ടും ഏറ്റവും മനോഹരമായിട്ടുള്ളത് നമ്മുടെ ഈ പ്രദേശം തന്നെയാണ്. ഗ്രാമപ്രദേശങ്ങൾ കണ്ട ശേഷമേ നമ്മൾ നഗരങ്ങളിലേക്ക് ഇറങ്ങാവുള്ളൂ. നഗരങ്ങളിൽ ചെന്ന് രാപ്പാർക്കാമെന്ന് സിനിമയിൽ പറയുന്നത് പോലെ, സിനിമയുടെ പേര് പോലെ അല്ല കാര്യങ്ങൾ. ആദ്യം നമ്മുടെ സ്വന്തം നാട് കണ്ട ശേഷം, ആസ്വദിച്ച ശേഷം മാത്രമേ നഗരങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം എന്ന് പറയുന്നതിൽ അർത്ഥമുള്ളൂ. എന്നിരുന്നാലും ഏറ്റവും മനോഹരമായ ഇത്രയും നല്ല കാഴ്ചകൾ നിങ്ങൾക്ക് വേണ്ടി കാണിക്കാൻ സാധിച്ചതിൽ എനിക്കും നമ്മുടെ ഇന്ത്യൻ ഫെസ്റ്റിവൽ കോച്ചായ ഷൈജുബായി, പിന്നെ കൂടാതെ നമുക്ക് വേണ്ടി പാലത്തുംകടവ് നമ്മളെ കാണിച്ചു തന്ന നമ്മുടെ സ്വീകർത്താവ്, നമ്മുടെ സുഹൃത്തും ആയ മനോജിനും ഒരുപാട് നന്ദിയുണ്ട്. നന്ദി അർപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ഞങ്ങൾ താമസിക്കുന്നത് അങ്ങാടിക്കടവാണ്. അങ്ങാടിക്കടവ് എന്ന പ്രദേശത്ത് നിന്ന് 6-7 കിലോമീറ്ററുകളേ ഉള്ളൂ ഈ ഒരു സ്ഥലത്തേക്ക് കാണാൻ സാധിച്ചു. ഒരുപാട് പിന്നെ നല്ല നല്ല കാഴ്ചകൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഇത്ര നല്ല കാഴ്ച യൂട്യൂബിലൂടെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. കാരണം ഓരോരുത്തരുടെയും സ്ഥലത്തെക്കുറിച്ചുള്ള കാഴ്ചകൾ കണ്ടാലേ മറ്റുള്ളവർക്ക് എന്താണെന്ന് തിരിച്ചറിയാനുള്ള കാഴ്ചപ്പാടുണ്ടാകുകയുള്ളൂ. അതുതന്നെയാണ് ഓരോ വീഡിയോയുടെയും വിജയം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ഇപ്പം താഴേക്ക് ഇറങ്ങുകയാണ്. ഈ നല്ലൊരു മലയുടെ മണ്ടയ്ക്കാണ് ഇപ്പം നിലവിലുള്ളത്. നിലയം താഴേക്ക് ഇറങ്ങുകയാണ്. നമ്മൾ താഴെ പാലത്തുംകടവ് സ്കൂള് എത്തി. ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ മാക്സിമം പോയിട്ടുള്ളൂ. ഇവിടെ എത്തിയപ്പോഴത്തേനും നമ്മൾ നല്ല കാഴ്ചകൾ സാധിച്ചു. നമ്മൾ കർണാടക ഫോറസ്റ്റ്, അതായത് പട്ടാളക്കാരൊക്കെ അവിടെ നിൽപ്പുണ്ട്, കർണാടക ഫോറസ്റ്റുകാരൊക്കെ അവിടെ നിൽപ്പുണ്ട്.
വീഡിയോ ആയിരിക്കും അല്ലേ? അല്ല, നമ്മളിപ്പം ഇത് ഇടുന്നത് വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ദിവസം എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് റിവേഴ്സ് ഇടുക അല്ലേ? ആ മറ്റേ വണ്ടിയുടെ ആ ഒരു ക്ലച്ച് കിട്ടുന്നില്ല, കുറവാ. അതായത് കുറവെന്നല്ല, നമ്മൾ ചവിട്ടുമ്പോൾ ഫ്രണ്ടോട്ട് പോവാ വണ്ടി, പാങ്ങിന് കിട്ടുന്നില്ല, എന്ത് ചെയ്തിട്ടും കിട്ടുന്നില്ല. വണ്ടി അങ്ങോട്ട് താഴ്ന്നു പോവാ. എന്താ ഈ പെട്രോൾ ആയതുകൊണ്ടായിരിക്കും. പക്ഷേ നമ്മൾ ചവിട്ടുമ്പോൾ ഉണ്ടല്ലോ കിട്ടിയല്ല, നമുക്ക് ആ ഒരു ഏര് കിട്ടുന്നില്ല, അവൻ മുന്നോട്ട് പോകാൻ വണ്ടി. ഒരു ചേട്ടൻ അവിടെ നിന്ന് വ്യക്തമായിട്ട് നമ്മൾ നോക്കുന്നുണ്ട്. എന്താ അറിയത്തില്ല, അപ്പോൾ ചേട്ടൻ്റെ വിചാരം നമ്മളെന്തോ ഹിഡൻ ക്യാമറ ഉപയോഗിച്ച് പറ്റിക്കുന്നതാണെന്നൊരു സംശയമുണ്ട്. സംഭവം എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ജോജോ കട നിങ്ങൾ കാണിച്ചു തരികയാണ്. ഇത് ലോക്ക്ഡൗണിൻ്റെ സമയത്ത്, കഴിഞ്ഞ വർഷത്തെ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് ഏറ്റവും കൂടുതൽ സഹായകരമായ ഒരു കടയാണിത്. ഇതിൻ്റെ ഉടമയുടെ പേര് ജോജോ എന്നാണ്. അതുകൊണ്ടാണ് തോന്നുന്നു ഇതിന് ജോജോ കട എന്ന് പേരിട്ടത്. കട എന്ന് തന്നെയാണ് ഇതിൻ്റെ സംഭവം. ജോജോ കട എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. കച്ചേരിക്കടവ്, മുരിക്കുംകരി, കച്ചേരിക്കടവ്, പാലത്തിൻകടവ്, പിന്നെ കച്ചേരിക്കടവ്, പാലത്തിൻകടവ് എന്നീ ഭാഗത്തുള്ള ആൾക്കാർക്ക് ഏറ്റവും ഗുണപ്രദമായിട്ടുള്ളത് ഒരു കടയാണ് ജോജോ കട. ജോജോ എന്ന വ്യക്തിയുടെ കടയായതുകൊണ്ട് പിന്നെ ഏറ്റവും നല്ല സാധനങ്ങളും മൊബൈലുകളും അടക്കം തന്നെ ഇവിടുന്ന് സെയിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് വിവരം ലഭിച്ചിട്ടുള്ളത്.
കൈകുത്തേണ്ട വന്നേ. അയ്യോ വീണില്ലാന്ന് മിച്ചം. നല്ല അടിപൊളി സ്ഥലം നോക്കിയേ. ഇത്ര നല്ല സ്ഥലം നമ്മൾ ഇത്രയും കണ്ടത് നമ്മുടെ സീനറീസൊക്കെയാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് നല്ല പുഴയോര വക്കിലുള്ള കാഴ്ചകളാണ്. നല്ല അടിപൊളി കല്ല് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇതെല്ലാം കച്ചേരിക്കടവ് പ്രദേശത്തെ ഭൂമിയുടെ സമ്പാദ്യമാണ്. ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ. കർണാടക ഫോറസ്റ്റിൽ നിന്നും കേരളത്തിലേക്ക് ആനകൾ ഇറങ്ങുന്ന ഒരു പ്രധാന സ്ഥലമാണ് ഈ വഴി. ഇത് ആനച്ചാൽ എന്ന് അറിയപ്പെടുന്ന ഒരു പ്രധാന കേന്ദ്രമാണിത്. ഇവിടെ ഇപ്പം പുഴയിലൊക്കെ നല്ല വെള്ളമുള്ളതുകൊണ്ട് ആനകൾ അധികം ഇറങ്ങാറില്ല. എന്നിരുന്നാലും രാത്രി കാലങ്ങളിലും മഴയുള്ള സമയങ്ങളിലും ആനകൾ നീന്തിയെങ്കിലും ഇങ്ങോട്ട് വരാറുണ്ട്. ഇവിടെയുള്ള പഴവർഗ്ഗങ്ങൾ തിന്നാൻ വേണ്ടിയിട്ടാണ് അവ വരുന്നത് എന്നാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത്. പക്ഷേ നല്ല കാഴ്ചയ്ക്കും എല്ലാത്തിനും നല്ല അടിപൊളി ഭംഗിയുള്ള സ്ഥലമാണ്. ഇത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട്. ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പം തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കരമായിട്ട് എന്താ പറയുക, ഇരുട്ടായി. നമ്മൾ തിരിച്ചു പോവുകയാണ്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ യാത്രകളെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മുടെ സീനറീസ് എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവുകയാണ് വീട്ടിലേക്ക്. നിങ്ങളെ പോലെയുള്ള ആൾക്കാർക്ക്, നമ്മുടെ വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് വരാനുള്ള പ്രചോദനം ഉണ്ടാകുകയും ചെയ്യുന്നതാണ് ഈ വീഡിയോ കാണുമ്പോൾ. കാരണം ഇതിനകത്ത് നമുക്ക് പ്രധാനമായും വിശേഷിപ്പിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാഹനം മാത്രം മതി. വാഹനം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാനനപാതയിലൂടെ സഞ്ചരിക്കുകയും അവിടെ കാഴ്ചകൾ കാണുകയും, കാനനമല്ല കേട്ടോ, കാടല്ല, നാട് തന്നെയാണ്. പാതയിലൂടെ സഞ്ചരിക്കുകയും അവിടുത്തെ കാഴ്ചകൾ കാണുകയും അവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും. അതാണ് ഈ യാത്രയിൽ നിങ്ങൾക്ക് ലഭിക്കുക എന്നുള്ളത്. നമുക്ക് ഒരു വാഹനം മാത്രം മതി. ഒരു ബൈക്കോ ഒരു കാറോ എന്തിരുന്നാലും നമുക്ക് യാത്ര ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു വാഹനം നമുക്ക് മതി എന്നുള്ളതാണ് ഈ യാത്രയിലുള്ള നമ്മുടെ പ്രത്യേകത. ഇതിനകത്ത് നമുക്ക് സർക്കാരിന് നമുക്ക് എന്തെങ്കിലും ഫീസുകളോ കാര്യങ്ങളോ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കാഴ്ചകൾക്ക് അനുസൃതമായിട്ടുള്ള ഭംഗിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് തന്നെ നല്ലൊരു കാര്യമാണ്. ഇത്രയും നല്ലൊരു ഭംഗിയാർന്ന സ്ഥലം ഉണ്ടായിരുന്നിട്ട് പോലും ആരും വരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വണ്ടി കയറാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. ഏതായാലും ഭയങ്കരമായിട്ട് തിരയുന്നുണ്ട്. കാരണം വഴി അത്ര ഭംഗിയല്ല. വണ്ടി വരുന്നുണ്ട് അവിടെ നിന്ന് ചവിട്ടി. അത് പോയോ? വഴി അത്ര രസമുള്ള വഴിയല്ല. എന്നിരുന്നാലും ഇതിനൊക്കെയാണ്. അപ്പം നമ്മൾ വഴി ഇപ്പം കയറ്റമാണെങ്കിലും ഇറക്കമാണെങ്കിലും നമ്മൾ നിയമാനുസൃതമായിട്ടുള്ള ഫസ്റ്റ് ഗിയറും സെക്കൻഡ് ഗിയറും ഒക്കെ വെച്ചിട്ട് നമ്മൾ ഇറങ്ങാൻ ശ്രമിക്കുക. കാരണം വഴികൾ എന്ന് പറഞ്ഞാൽ ഒരു സീനറി ആയിട്ടുള്ള സ്ഥലത്ത് എവിടെ ചെന്നാലും നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. ഒന്നെങ്കിൽ വഴി ഉണ്ടാവില്ല, അല്ല ടാറുണ്ടാവില്ല,
അല്ലെങ്കിൽ പിന്നെ ഇറക്കമായിരിക്കും, അല്ലെങ്കിൽ കയറ്റമായിരിക്കും. ഏതൊരു സ്ഥലത്ത് ചെന്നാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ് ഈ വക കാര്യങ്ങൾ. നമുക്ക് മനസ്സിലാക്കി വാഹനമുള്ളവർ ശ്രദ്ധിക്കുക. നമ്മൾ താഴെ പ്രദേശങ്ങളിലേക്ക് എത്തുകയാണ്. നമ്മൾ തിരിച്ചു പോരുകയാണ്. നമ്മൾ ഇന്നത്തെ കറക്കമൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോരുകയാണ്. നമ്മളിന്ന് ബാരാപ്പോള് കണ്ടു. കൂടാതെ മുടിക്കയം, പാറക്കാമല പോയി. നമ്മൾ പിന്നെ മഴയൊക്കെ പെയ്തു. നമ്മൾ കണ്ടിരുന്ന വീഡിയോ കണ്ടു. പാറക്കാമലയിലുള്ള ദൃശ്യഭംഗി നമ്മൾ കാണിച്ചു തന്നു. അങ്ങനെ ഒരുപാട് ഭംഗികളുള്ള സ്ഥലമാണ്. അടുത്ത ദിവസങ്ങളിലൊക്കെ നല്ല നല്ല വീഡിയോകൾ, ട്രാവൽ വീഡിയോസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നമ്മുടെ നാടിനെ സംബന്ധിച്ചിട്ടുള്ള നല്ല നല്ല കാര്യങ്ങളാണ് ഇതിനകത്ത് കാണുക. കാരണം നമ്മൾ ഏതായാലും ഇന്ത്യ ട്രിപ്പുകളോ വേൾഡ് ട്രിപ്പുകളോ നടത്താൻ ആയിട്ട് ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. കാരണം കൊറോണ ആയതുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് പോകാൻ പറ്റില്ല. അതിൻ്റെ പാസുകൾ കാര്യങ്ങൾ ബുദ്ധിമുട്ടാണ് അതിൻ്റെ എടുക്കുന്ന സംബന്ധിച്ചിട്ട്. അതുകൊണ്ട് നമ്മുടെ നാടാദ്യം കാണിക്കുക. നാടാദ്യം കണ്ട ശേഷം അല്ലേ നാടാദ്യം കണ്ട ശേഷമല്ലേ പിന്നെ നമുക്ക് ലോകം കാണണ്ടേ ഉള്ളൂ. നമുക്ക് തന്നെ കാണാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ അതുകൊണ്ട് ഇപ്പം നമ്മൾ നാടിൻ്റെ വശ്യഭംഗി ഇതെല്ലാം കാണിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മളിപ്പോൾ ഈ ഉദ്യമത്തിന് ഇറങ്ങിയിരിക്കുന്നത് തന്നെ. പണ്ട് 2 രൂപ തൊട്ട് വന്നിട്ട് ഇന്ത്യയുടെ ഭൂപടം കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ല എന്ന് പറയുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകരുത്. നമ്മളുടെ ലോകത്തെ, നമ്മുടെ കേരളത്തെ, നമ്മുടെ ഇന്ത്യയെ കണ്ടിട്ട് മറ്റുള്ള സ്ഥലങ്ങൾ, ഭൂപ്രകൃതികൾ കണ്ട് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ശ്രമം നടത്താം. അതിനുള്ള ചെറിയ ഒരു എളിയ ശ്രമം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്കായി ഞങ്ങൾ തരികയാണ്. അതെ, റെൻജൂസ്മീഡിയാടെക് എന്നുള്ള ചാനലുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ ഇതാണ്. നിങ്ങൾക്ക് യാത്രയിൽ സംബന്ധിച്ചിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. നമുക്കറിയുന്ന കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ സ്ഥലത്ത് എന്തെങ്കിലും നിങ്ങൾ തടസ്സങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. റെൻജൂസ്മീഡിയാടെക് എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം നമുക്ക് പുതിയ പുതിയ വീഡിയോകൾ, പുതിയ ലോകങ്ങൾ, പുതിയ സംസ്കാരങ്ങൾ ഒക്കെ നമുക്ക് ഇതുവഴി അപ്ലോഡ് ചെയ്യാം. റെൻജൂസ്മീഡിയാടെക് എന്നുള്ള ചാനലിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ റെൻജൂസ്മീഡിയാടെക് എന്നുള്ള പേര് ലഭിക്കുന്നതിനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് പേരുകൾക്ക് വേണ്ടിയിട്ട് അലഞ്ഞു നടന്നു. കാരണം ഒരു രക്ഷയില്ല, പേര് കിട്ടുന്നില്ല, കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് കുറേ നാൾ പേരാണ്. എൻ്റെ പേര് രഞ്ജു എന്നാണ്. പിന്നെ മീഡിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയകൾ, ഏത് മീഡിയകളും നമ്മളതിനകത്ത് ചെയ്യുന്നതായിരിക്കും. ടെക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കമ്പ്യൂട്ടർ അനുബന്ധമായിട്ടുള്ള ടെക്നോളജിയാണ് ഞാൻ ചെയ്യുന്നത്. എൻ്റെ ബിസിനസ് അതാണ്. അപ്പോൾ റെൻജൂസ്മീഡിയാടെക് എന്നുള്ള പേരിന് അർത്ഥം അതാണ്. ഞാൻ അങ്ങനെ ആയതുകൊണ്ടാണ് അങ്ങനെ പേരിട്ടത്. പക്ഷെ നിങ്ങളെ കാണിക്കുന്നത് ട്രാവല്, കുക്കിങ്, അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഞാൻ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. എന്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അറിഞ്ഞിരിക്കണം എന്തൊക്കെയാണ് അതിൻ്റെ വാസ്തവം, അതിൻ്റെ സിറ്റുവേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് നിങ്ങളെ ഞാനിത് കാണിക്കുന്നത് തന്നെ. ആദ്യമായിട്ട് നമുക്ക് പെട്രോൾ അടിക്കാൻ പോകണം. പെട്രോൾ കിട്ടുമോ അറിയത്തില്ല, ഇവിടെ അല്ലേ. നമ്മളിന്ന് പെട്രോൾ അടിക്കാൻ വേണ്ടി പോവുകയാണ്. തുറന്നിട്ടുണ്ടോ അറിയത്തില്ല. തുറന്നിട്ടുണ്ടോ? അടച്ചു. അയ്യോ, ഇപ്പോൾ നമ്മളെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം വൈൻഡപ്പായി. നമ്മുടെ സീനറികളെല്ലാം കാണിച്ചിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തണം വരെ സുരക്ഷിതമായി പോകാനായി നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇന്നത്തെ ഈ വീഡിയോ എല്ലാവരും കണ്ട് നിങ്ങളതിന് വേണ്ടിയുള്ള സപ്പോർട്ടുകളൊക്കെ തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്.